തീർച്ചയായും ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ടുള്ള പ്രതാപ്ജി പടിക്കലും അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള എം ജോസുമാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായും വിലയിരുത്തൽ കോടതി നടത്തി എന്നുള്ളതാണ്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ ടീം അംഗങ്ങളായിട്ടുള്ള അഭിഭാഷകരടക്കം ഇവിടെയുണ്ട്. അഭിഭാഷകരൊക്കെ കൃത്യമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനും അഭിഭാഷകരുമാണ് പ്രതാപ്ജി പടിക്കലിനോടൊപ്പമുള്ള മറ്റ് അഭിഭാഷകരും കൂടെ ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തിരിക്കുന്നു. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ്. ഇനിയും അതായത് ഇനി 19-ാം തീയതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധി. ഈ ശിക്ഷാവിധിയിൽ കൃത്യമായ കാര്യങ്ങൾ അതൊക്കെ തന്നെ കോടതി വിലയിരുത്തിക്കൊണ്ട് കൃത്യമായും കോടതി അതിൽ ശിക്ഷ വിധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്രതാപ്ജി പടിക്കൽ ഉൾപ്പെടെ നമ്മളോട് വ്യക്തമാക്കിയത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു യുവ ഡോക്ടർ ഈ ഒരു ആശുപത്രിക്കുള്ളിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതാണ്. എന്തായാലും ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവന, അതായത് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി ശിക്ഷാവിധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃത്യമായും സമൂഹം നിരീക്ഷിച്ചിരുന്ന ഒരു കേസാണ്. ഈ 90 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കുറ്റപത്രം സമർപ്പിക്കാനായതിൽ അദ്ദേഹം കൃത്യമായും എന്ത് തരത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോയത് എന്നതിനെക്കുറിച്ചെല്ലാം കൃത്യമായും സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണം അദ്ദേഹം നേരത്തെ നടത്തിയിരുന്നു. ഇനി ഈ വന്ദന കൊലക്കേസുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എല്ലാവരും. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം അത് തന്നെയാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ അടക്കം അത് തന്നെയാണ് പറഞ്ഞത്. കോടതി കൃത്യമായിട്ടുള്ള പരമാവധി ശിക്ഷ ഈ പ്രതിക്ക് നൽകണമെന്നുള്ളതാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ പറയുന്നത്, പ്രതി മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമം നടന്നു. അത് ഈ പ്രതിഭാഗത്തിൻ്റെ ഒരു ആരോപണവും അതോടൊപ്പം തന്നെ എത്തരത്തിലാണോ ഇതിനെ പരിശോധിക്കുന്ന സമയത്ത് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് പ്രതി ഒരു പുസ്തകം എടുത്ത് വച്ച് വായിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു. അതായത് ഒരു മാനസിക പ്രശ്നമുള്ള ആൾ എന്നുള്ള നിലയിൽ എങ്ങനെയായിരിക്കണം ഒരു ഇൻ്റർവ്യൂവിന് മറുപടി നൽകുക എന്നുള്ള തരത്തിലേക്ക് അദ്ദേഹം അതിനൊക്കെ ഒരു പരിശീലനം നടത്തിയിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ കൃത്യമായും അത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. എന്തായാലും കേരളം കാത്തിരുന്ന ദിവസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. വന്ദനയ്ക്ക് നീതി കിട്ടണമെന്നുള്ള ആവശ്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ആദ്യഘട്ടം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ശിക്ഷാവിധിയാണ്. ആ ശിക്ഷാവിധിയിൽ ഏതൊക്കെ വകുപ്പുകളാണോ ഇതിലുള്ളത് അതിലൊക്കെ തന്നെ കൃത്യമായും ശിക്ഷ വിധിക്കേണ്ടത് കോടതിയാണ്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദ് മുമ്പാകെയാണ് ഈ കേസുള്ളത്. ഈ ശിക്ഷാവിധിയും അത്തരത്തിൽ തന്നെയായിരിക്കും. പ്രതി ഏത് തരത്തിലാണോ കുറ്റം ചെയ്തത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യം, പ്രതി മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമം നടന്നു. അതിന് പുസ്തകങ്ങൾ ഉൾപ്പെടെ പഠിച്ചിരുന്നു. അതെ, ഈ കേസിനകത്ത് ഇന്ന് വരെ കേരളത്തിലെ ക്രിമിനൽ നടപടിക്രമങ്ങളിലോ ക്രിമിനൽ കേസുകളിലോ കണ്ടിട്ടില്ലാത്ത തരത്തിൽ തനിക്ക് എങ്ങനെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ച് ആലോചിച്ച് പഠിച്ച് വന്ന ഒരു പ്രതിയെയാണ് ഈ കേസിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും വിദഗ്ധന്മാരായ സൈക്യാട്രിസ്റ്റുകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ജയിൽ ലൈബ്രറിയിൽ നിന്നും സൈക്യാട്രിയുടെ പുസ്തകങ്ങൾ വായിച്ചു പഠിച്ച ശേഷം അവർക്ക് മറുപടി കൊടുത്ത് ആ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് വരുത്തിച്ച് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 84-ാം വകുപ്പിൻ്റെ പരിരക്ഷ തനിക്ക് ലഭിക്കും എന്നുള്ള പൂർണ്ണമായ ലക്ഷ്യത്തോടു കൂടി പ്ലാൻ ചെയ്ത് പ്രവർത്തിച്ച ഒരു പ്രതിയാണ് ഈ കേസിൽ പ്രോസിക്യൂഷന് നേരിട്ടത്. അതുകൊണ്ട് തന്നെ പ്രതിയുടെ ഇപ്രകാരമുള്ള പ്രവർത്തികളെല്ലാം തെറ്റാണ്, കളവാണ് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചത് പ്രോസിക്യൂഷന്റെ വിജയമായിട്ട് തന്നെയാണ് ഞാൻ കണക്കൂട്ടുന്നത്. കൃത്യമായും പ്രതി ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു നിർദ്ദേശം അതിന് പിന്നിലുണ്ടായിരുന്നു. തീർച്ചയായും ഇന്നത്തെ കാലത്ത് ഇപ്രകാരം ഒരു പ്രതി ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ലഭിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല മറ്റൊരു കാര്യം, ഈ കേസിലെ പ്രതി ഒരു സാധാരണ ലേമാനല്ല. അയാൾ ഒരു സമൂഹത്തിൽ ഒരു പ്രീമിയം ക്ലാസ്സിൽ ജീവിക്കുന്ന ഒരാളാണ്, ഒരു അധ്യാപകനാണ്. സമൂഹത്തിൽ ധാരാളം ശിഷ്യന്മാരുള്ളതാണ്, ധാരാളം സുഹൃത്തുക്കളുള്ളത്. സ്വാഭാവികമായും പല ഭാഗത്തു നിന്നും അയാൾക്ക് അതിന് വേണ്ടിയുള്ള ഉപദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് അദ്ദേഹം ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മളോട് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അതായത് എങ്ങനെയാണ് ഈ പ്രതി സന്ദീപ് ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളതിനെ പറ്റി, ഒരു മാനസിക രോഗി എങ്ങനെയായിരിക്കണമെന്നുള്ളത് റിസർച്ച് ചെയ്തുകൊണ്ട്, അതായത് ലൈബ്രറിയിൽ പോയി പുസ്തകമെടുത്ത് അവിടെ നിന്നും പഠിച്ചുകൊണ്ട് എങ്ങനെ പ്രതികരിക്കണമെന്ന് വരെ പരിശീലിച്ചു എന്നുള്ളതാണ്. എന്നാലും കൃത്യമായ തെളിവുകൾ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ കഴിഞ്ഞതായാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറഞ്ഞത്. വന്ദനയ്ക്ക് നീതി ലഭിക്കണമെന്നുള്ള കേരള മനസാക്ഷിയെ
ഞെട്ടിച്ച അസാധാരണമായൊരു സംഭവമായിരുന്നു വന്ദനാദാസിൻ്റെ കൊലപാതകം. ആ കേസിൽ കോടതി കൃത്യമായിട്ട് ഈ ക്രിമിനലിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 2 ദിവസങ്ങൾക്കപ്പുറം ശിക്ഷാവിധി കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും. കൊല്ലം സെഷൻസ് കോടതിക്ക് മുന്നിൽ നിന്നും M. മനോജാണ് വളരെ വിശദമായ വിവരങ്ങളുമായി ചേർന്ന്.